വളരെയധികം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒരുപാട് മാറ്റങ്ങൾ ബിസിനസ്സിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് ദ വേ കൺസ്യൂമേഴ്സ് ലിങ്ക് വിത്ത് ദ ബ്രാൻഡ്സ്. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടാണ് കൺസ്യൂമേഴ്സ് ബ്രാൻഡുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജി അലോങ് വിത്ത് ദ ഇന്റർനെറ്റ് ഹാവ് പ്രൊഡ്യൂസ്ഡ് മെനി ഇന്നോവേഷൻസ്. ഒരുപാട് ഇന്നോവേഷൻ കൊണ്ടിട്ടുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നൗ ദ കസ്റ്റമേഴ്സ് ഫീൽ മോർ എംപവേർഡ് ആസ് ദേ ക്യാൻ ബൈ എനിത്തിങ് ജസ്റ്റ് വിത്ത് എ ക്ലിക്ക് ഓഫ് എ മൗസ്. ആൾക്കാർക്ക് കൂടുതൽ പവർ ഉള്ളതായിട്ട് അവർക്ക് തോന്നാണ്. കാരണം ഒരു മൗസും ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഇന്ന ഒരു സാധനം വാങ്ങാൻ വേണ്ടി പറ്റുന്നു. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിലൂടെ ഡിജിറ്റൽ സിഗ്നൽസ് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് ഇന്ന സാധനമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ ദേ ക്യാൻ ഷോപ്പ് മോർ കോസ്റ്റ് ഇഫക്റ്റീവ്ലി. അവർക്ക് പൈസ കുറവുള്ളത് വാങ്ങാം. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് മിന്ത്രയിലോ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഏതിലാണ് വില കുറവെന്ന് വെച്ചാൽ അത് നമുക്ക് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. അങ്ങനെ മേടിക്കണം എന്നുള്ളവർക്ക്, ഓൺലൈൻ മേടിക്കണവർക്ക് ട്രാക്ക് ഓർഡർ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്തുവരെ ആയി എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ഡീൽ ബൈ കമ്പയറിങ് ഡിഫറെന്റ് പോർട്ടൽസ്. നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള നമ്മള് ആമസോണില് കണ്ടിന്യൂസ് ആയിട്ട് പല തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ആപ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് മിസ്സിന് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഡിഫറെന്റ് പോർട്ടലിൽ ഏതാണ് നല്ല, കമ്പാരിറ്റീവ്ലി നല്ലത് ഏത്? സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ നല്ലതായിട്ടുള്ള പോർട്ടൽസ് ആയിരുന്നു. Then convenience of getting products delivered at their doorstep. In this chapter we will know about the technology used in e-commerce. E-commerceൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെ കുറിച്ചും അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അറിയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം ഡിസൈൻ കൺസിഡറേഷൻസ് ഫോർ ഇ കൊമേഴ്സ്. അപ്പൊ ആദ്യം തന്നെ ബേസിക് ഡിസൈൻ കൊടുക്കണം. കൺസിഡറേഷൻസ്, ഡിസൈൻ കൺസിഡറേഷൻസ് ആർ ഇമ്പോർട്ടന്റ് ടു ഡ്രോ വിസിറ്റേഴ്സ് ആൻഡ് ടേണിംഗ് ദം ഇൻ ടു കസ്റ്റമേഴ്സ്. ആദ്യം തന്നെ നമ്മൾ കുറെ ആൾക്കാരെ ഈ ഒരു ഡിസൈൻ കാണിച്ച് ആ ആൾക്കാര് അതിനകത്തേക്ക് വരാനുള്ള ഒരു താല്പര്യം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. ആ താല്പര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വരുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ കച്ചവടം സൃഷ്ടിക്കണം. നമ്മുടെ കയ്യിലുള്ള സാധനം അവർ വാങ്ങണം. ഇമ്പോർട്ടന്റ് ഡിസൈൻ കൺസിഡറേഷൻസ് ഓഫ് ഇ കൊമേഴ്സ് ആർ ഡിസ്കസ്ഡ് ബിലോ. ഇ കൊമേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ഡിസൈൻ കൺസിഡറേഷൻസ് താഴെ പറഞ്ഞിരിക്കുന്നു. ഡിസൈൻ ഓഫ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. ആദ്യം തന്നെ നമ്മൾക്ക് ഒരു പോർട്ടൽ ഡിസൈൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പോർട്ടൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യണം. ദ ഡിസൈൻ ഷുഡ് ബി സച്ച് ദാറ്റ്. ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ദ കസ്റ്റമേഴ്സ് ഹൂ വിസിറ്റ് ദ സൈറ്റ് ഷുഡ് ഫൈൻഡ് എക്സാക്ട്ലി വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ. അവർ എന്തിനാണോ അന്വേഷിക്കുന്നത് ആ സാധനം തന്നെ അവരെ കാണാൻ വേണ്ടി പറ്റണം. The portal should be fast and responsive to customers' requirements. അപ്പൊ പോർട്ടൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കണം, വളരെ റെസ്പോൺസീവ് ആയിരിക്കണം. കസ്റ്റമറിന് എന്താണോ റിക്വയർമെന്റ് അത് പെട്ടെന്ന് എന്താ ഏതാന്നുള്ളതിന് റിപ്ലൈ കൊടുക്കാനും പറ്റണം. വെബ് പേജസ് ഷുഡ് ലോഡ് ക്വിക്കലി ആൻഡ് പ്രൊവൈഡ് സ്മൂത്ത് ഇൻറ്റ്യൂട്ടീവ് നാവിഗേഷൻ അക്രോസ് ഓൾ ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് ഡെസ്ക്ടോപ്പ്, സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ്. അപ്പോൾ വെബ് പേജ് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ക്വിക്കായിട്ടും സ്മൂത്ത് ആയിട്ടും പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ ഡെസ്ക്ടോപ്പിലും സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലും ഒക്കെ കാണണം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ഈസി നാവിഗേഷൻ. പിന്നെ നമ്മൾക്ക് വെബ്സൈറ്റ് ഷുഡ് ഈസി ഫോർ നാവിഗേഷൻ. നാവിഗേഷന് വേണ്ടി ഈ വെബ്സൈറ്റ് എളുപ്പമായിരിക്കണം. ഇ കൊമേഴ്സ് പോർട്ടൽസ് ദാറ്റ് ആർ സ്പോണ്ടേനിയസ് ടു ക്വറീസ്. ഇ കൊമേഴ്സ് പോർട്ടൽ എന്ന് പറയുന്നത് ആളുകൾ എന്തെങ്കിലും സാധനത്തിന് വേണ്ടി ജസ്റ്റ് വെബ്സൈറ്റിൽ കയറി സാരി, കാഞ്ചീപുരം സാരി, അല്ലെങ്കിൽ എന്തുട്ടാ ബാലരാമപുരം കൈത്തറി എന്നൊക്കെ പറഞ്ഞടിച്ച അപ്പൊ തന്നെ അതിന്റെ പോർട്ടല്, അതിന്റെ അവൈലബിലിറ്റി, വില ഇതൊക്കെ കാണിക്കും. അപ്പോ ക്വിക്ക് ടു റെസ്പോണ്ട് ആൻഡ് പ്രിഫറബിളി ബൈ കസ്റ്റമർ. ദ വെബ്സൈറ്റ് ഷുഡ് പ്രൊവൈഡ് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് പ്രോപ്പർലി ഓൺ ദ ഷോപ്പിംഗ് മെനു. ഇതൊക്കെ പ്രോപ്പർലി ഷോപ്പിംഗ് മെനുവിലാണ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇതെല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് ഷോപ്പിങ്ങിന്റെ മെനു വരെയും കിട്ടി. മെനു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ സിമ്പിൾ ചെക്കൗട്ട്. നമ്മൾ അതിനകത്ത്
ഏതാണ് സ്മൂത്ത്, അല്ലെങ്കിൽ ഏതാണ് സ്റ്റെപ്പുകൾ കൂടുതലില്ലാത്തത്, ഏതാണ് ക്ലിക്ക് എന്നൊക്കെ നമ്മൾ നോക്കും. എന്നിട്ട് ദ കസ്റ്റമർ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഗീവ്സ് അപ്പ് ബിഫോർ കംപ്ലീറ്റിംഗ് ദ പർച്ചേസ്. അതായത് കസ്റ്റമറിന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിരാശ തോന്നിയിട്ട് വേണ്ട എന്ന് പറഞ്ഞു പോവും. ആൻഡ് ഗീവ്സ് അപ്പ് ബിഫോർ കംപ്ലീറ്റിംഗ് ദ പർച്ചേസ് ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ടു മെനി സ്റ്റെപ്പ്. ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്, പിന്നെ രണ്ടാമത്തെ നിലയിലുണ്ട്, പിന്നെ നാലാമത്തെ നിലയിലുണ്ട്, പിന്നെ ആറാമത്തെ നിലയിലുണ്ട്, ലിഫ്റ്റ് കയറി ഇറങ്ങി വരുമ്പോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ പോവും. അതുപോലെയാണ് ഓൺലൈനിൽ നമ്മൾ കോളം ഒക്കെ ഫില്ല് ചെയ്ത് ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പർച്ചേസ് ചെയ്ത് അത് കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുത്ത് ഏറ്റവും അവസാനം എത്തി കഴിഞ്ഞിട്ട് പൈസ പേയ്മെന്റ് ചെയ്യുമ്പോൾ പേയ്മെന്റ് എടുക്കാണ്ടൊക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സോ ഡിജിറ്റൽ വാളറ്റ്, നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, ക്യാഷ് ഓൺ ഡെലിവറി എന്നൊക്കെയുള്ള സംവിധാനങ്ങൾ വച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഫലവത്തായിട്ട് ഇതിനെല്ലാം പ്രയോജനപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാർഡുകൾ, ഡിജിറ്റൽ കാർഡുകൾ, നെറ്റ് ബാങ്കിങ് സൗകര്യങ്ങൾ, ക്യാഷ് ഓൺ ഡെലിവറി സർവീസസ് ഒക്കെ വച്ചിരിക്കുന്നത്. ദ പേയ്മെന്റ് പ്രോസസ് ഷുഡ് ബി ട്രാൻസ്പെറന്റ്. പേയ്മെന്റ് എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയാണ്, പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാന്ന് പറയാം. അപ്പൊ പണം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ്. ചാർജസ് ഷുഡ് ബി ക്ലിയർലി മെൻഷൻഡ്. ചാർജസ് എത്ര രൂപയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയണം. എത്ര രൂപയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ്. പിന്നെ ഇത്രയൊക്കെ കഴിഞ്ഞു, ആൾക്കാർ ഇതൊക്കെ മേടിക്കാനൊക്കെ തയ്യാറായി, പൈസയൊക്കെ അടച്ചു. പിന്നെ വരുന്നത് ലോജിസ്റ്റിക്സിന്റെ അണ്ടറിലാണ് വരുന്നത്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരാൾ പർച്ചേസ് ചെയ്യുന്നത് മുതൽ, അല്ലെങ്കിൽ അത് വെയർ ഹൗസ് ചെയ്ത ഒരു സ്ഥലത്ത് സംഭരണശാലയിൽ സൂക്ഷിച്ചിരിക്കുന്നത് മുതൽ അത് ആ എൻഡ് കൺസ്യൂമറുടെ കയ്യിൽ എത്തിപ്പെടുന്നത് വരെ ഉള്ള ആ ഒരു പ്രോസസ് മൊത്തം ലോജിസ്റ്റിക്സ് എന്നുള്ളതിന്റെ അണ്ടറിലാണ് വരാം. ഇപ്പൊ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദ കീ കൺസിഡറേഷൻ പോയിന്റ്സ് ഫോർ ഡൂയിങ് ബിസിനസ് എയ്തർ ലോക്കലി ഓർ അറൌണ്ട് ദ ഗ്ലോബ്. അപ്പൊ നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവനും ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും ഒരു കുടക്കീഴിലാണെന്ന് പറയുന്നത്. കാരണം ബിസിനസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഏത് സ്ഥലത്തു നിന്ന് ആൾക്കാർ പർച്ചേസിനും ആഗ്രഹിച്ചാലും നമ്മുടെ ഈ ബിസിനസ് ഇങ്ങനെ പർച്ചേസ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. പ്രോഫിറ്റ് ഉണ്ടാവണം, നാട്ടിലും എന്താ പറയാ ബിസിനസിന് ഗ്രോത്ത് ഉണ്ടാവണം, അതുപോലെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വരണം എന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കൺസിഡറേഷൻസ് പോയിന്റ്സ് ഫോർ ഡൂയിങ് ബിസിനസ് എയ്തർ ഓർ അറൌണ്ട് ദ ഗ്ലോബ്. ഒരു പ്ലേസിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോകം മൊത്തം, ഭൂമി മൊത്തം ചുറ്റിയും ഉള്ള ബിസിനസ് സാമ്രാജ്യങ്ങളായിരിക്കാം. അനിൽ ദിർബായ്, അംബാനി ഗ്രൂപ്പ് ഒക്കെ പോലുള്ളതായിരിക്കാം. പ്രോപ്പർ ലോജിസ്റ്റിക്സ് ഷുഡ് ബി ഇൻ പ്ലാൻ ടു റിസീവ് ആൻഡ് ഫുൾഫിൽ ഓർഡർ. അപ്പൊ നമുക്ക് ലോജിസ്റ്റിക്സ് പ്രോപ്പർ ആയിട്ട് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം കറക്റ്റ് ഓണർക്ക് തന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പൈസ മുടക്കിയതും ആ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തതും പൈസ മുടക്കിയതും ഇത്രയൊക്കെ ചെയ്തിട്ട് ഏറ്റവും അവസാനം ആ എൻഡ് യൂസർ ആള് മാറി വേറെ ആളായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്തത് ഗുഡ് പ്രൊഡക്റ്റ് പേജസ്. അടുത്തത് ദ പ്രൊഡക്റ്റ് പേജ് ഈസ് ക്രൂഷ്യൽ ഫോർ ഇ കൊമേഴ്സ് പോർട്ടൽ. ഇ കൊമേഴ്സ് പോർട്ടൽ എന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് പേജ്, ഒരു പ്രൊഡക്റ്റിന്റെ പേജ് എന്ന് പറയുന്നത് ഒരു ഇ കൊമേഴ്സ് പോർട്ടലിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ കൺവേർട്ട് എ വിസിറ്റർ ഇൻ ടു എ ബയ്യർ. അപ്പൊ നമുക്ക് ഒരു പോർട്ടൽ കാണുമ്പോൾ തന്നെ ചിലർ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, അപ്പൊ അത് മേടിക്കാം എന്ന് തോന്നും. സോ കൺവേർട്ട് എ വിസിറ്റർ ഇൻ ടു എ ബയ്യർ. ചിലപ്പോ ഒരു നമുക്ക് തത്തമ്മേനെ കാണിച്ച് മാക്കാച്ചിനെ വിൽക്കാന്ന് പറയുന്ന പോലെ ഇത് ചില ആൾക്കാർക്ക് ആ തത്തമ്മേനെ കാണുമ്പോൾ ആ തത്തമ്മോടാണ് ഇഷ്ടം. അപ്പൊ ആ തത്തമ്മേനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ചിലപ്പോ തത്തമ്മേനെ കാണിച്ചിട്ട് മാക്കാച്ചിനെ വിൽക്കുന്നു എന്ന് പറയുന്ന പോലെ കൺവേർട്ട് ഈ വെറുതെ കാണാൻ പോയ ആളെ ബയ്യറാക്കുന്ന അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് സക്സസ് ആണ്. പക്ഷെ ഇത് പ്രൊഡക്റ്റ് പേജ് ചിലപ്പോൾ പേജ് ചുമ്മാ അതുപോലെ വരച്ചു വെച്ചിരിക്കുന്നതായിരിക്കാം, അലങ്കരിച്ചു വെച്ചിരിക്കുന്നതായിരിക്കാം, അങ്ങനെ ആക്കി തീർത്ത് വെച്ചിരിക്കുന്നതായിരിക്കാം. സോ പോർട്ടൽ ഷുഡ് ബി ക്ലിയർ. നമ്മൾ ബിസിനസിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പ്രൊഡക്റ്റ്, നല്ല സർവീസ്, നല്ല എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്നൊക്കെ ഉള്ളത് ഉറപ്പുവരുത്തുകയാണെങ്കിൽ 100% ബിസിനസ്സിന് സക്സസ് തന്നെയാണ് ഉണ്ടാവുക.
അപ്പോ the following should be considered. The pictures given on website should be of good quality. Language used for product description must be simple and crisp. അപ്പൊ നമ്മൾ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യൊന്നും വേണ്ട. ഈ സാധനം കാണുമ്പോൾ ഇന്ന സാധനമാണ്, എനിക്ക് വേണോ വേണ്ടയോ, ആ ആൾക്ക് അപ്പൊ തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുക്കുക. ഗുഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കുക. ഒരാൾ ഒരു ചെരുപ്പ് വാങ്ങുന്നു, കാസിമിന്റെ ചെരുപ്പ് എന്ന് പറയണ പോലെ എല്ലാ മാസവും ചെരുപ്പ് വാങ്ങാൻ അവസ്ഥ വരാതെ ഒരു ചെരുപ്പ് ഒരു 3, 4, 5 കൊല്ലെങ്കിലും ഇടാവുന്ന രീതിയിൽ മിനിമം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ചെരുപ്പൊക്കെ ആയിട്ട് ക്വാളിറ്റി പ്രൊഡക്ട്സിനെ കൊടുക്കുക. ദെൻ അടുത്തത് എസെൻഷ്യൽ ടെക്നോളജി ഫീച്ചേഴ്സ് റിക്വയർഡ്. എന്തൊക്കെ എസെൻഷ്യൽ ടെക്നോളജി ആണ് റിക്വയർമെന്റ്, ഒരു ടെക്നോളജിയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ റിക്വയർമെന്റ് ആണ് ഒരു ബിസിനസ്സിന് നിലനിൽക്കണമെങ്കിൽ വേണ്ടത്? ഒന്ന് യുബിക്വിറ്റി എന്ന് പറഞ്ഞാൽ ദ യുബിക്വിഷ്യസ് നേച്ചർ ഓഫ് ഇ കൊമേഴ്സ് മേക്സ് ഇറ്റ് ആക്സസിബിൾ ഫ്രം എവരിവെയർ. അപ്പോ അതിന്റെ യുബിക്വിഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തു നിന്നും അതിനൊരു ആക്സസ് ഉണ്ട് എന്നുള്ളതാണ് യുബിക്വിഷ്യസ് എന്ന് പറയുന്നത്. അറ്റ് എനി ടൈം, ഏത് സമയത്തും. ടു മീറ്റ് ദീസ് ക്രൈറ്റീരിയ ദ ടെക്നോളജി യൂസ്ഡ് ഷുഡ് ബി കമ്പാറ്റബിൾ ടു ഓൾ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, ഇതൊക്കെ ഇതിനെല്ലാം സജ്ജമായിരിക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു സമയത്ത് രാത്രി സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യണം തോന്നുന്നു, ഒരു യൂബർ വിളിക്കണം എന്ന് തോന്നുന്നു. ഇപ്പൊ രാത്രി ഡെലിവറിയുടെ പെയിൻ ഒക്കെ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു വണ്ടി വിളിക്കണം. ആ സമയത്ത് നമ്മുടെ ഫോൺ സജ്ജമായിരിക്കണം, ആ വിളിക്കേണ്ടുന്ന ആളുടെ ഫോൺ സജ്ജമായിരിക്കണം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ. അടുത്തത് ഗ്ലോബൽ റീച്ച് എന്ന് പറഞ്ഞാൽ ദ ടെക്നോളജി യൂസ്ഡ് ഷുഡ് എലിമിനേറ്റ് ദ നാഷണൽ ബൗണ്ടറീസ് കീപ്പിംഗ് ഇൻ വ്യൂ the potential market size which is almost equivalent to a population across the world. It can be accessed from anywhere in the world. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലോബൽ റീച്ച്, ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെയാണ്. നമ്മൾ എവിടെയാണെങ്കിലും എവിടെ ഇരുന്നാലും ഇപ്പൊ നമുക്ക് സ്വർണ്ണത്തിന് എന്താന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റാന്ന് പറയില്ലേ, അതുപോലെ രൂപയുടെ മൂല്യം ഇടിയുന്നതും സെൻസെക്സ് പോയിന്റ് ഇടിയുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഇരുന്നാലും ഗ്ലോബലി ആ സാധനത്തിന് ആക്സസ് ഉള്ള സാധനമാണെങ്കിൽ എല്ലാവരും വാങ്ങാൻ താല്പര്യരാണ്. അപ്പൊ ഈക്വലന്റ് ആണ്, പോപ്പുലേഷന് ഈക്വലന്റ് ആണ്. അതായത് എല്ലാ ആളുകൾക്കും തുല്യമായിട്ട് വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുള്ള പ്രോപ്പർട്ടി എല്ലാവർക്കും ഉപയോഗിക്കാം, അവർക്ക് പൈസ കൊടുത്ത് മേടിക്കാം എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി അസസ്ഡ് ഫ്രം ദ എനിവെയർ ഇൻ ദ വേൾഡ്. അത് ഏത് നാട്ടിൽ, ഇപ്പൊ പുറത്തിരുന്നിട്ട് പുറത്തുനിന്ന് ഇവിടേക്ക് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്ഥലങ്ങൾ മേടിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്തത് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് it should be used so that they can be easily used for accessed on any device across the globe. അപ്പൊ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, പലതിനും യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. ഖരാവസ്ഥയിലുള്ള സാധനത്തിന് കിലോഗ്രാം, അങ്ങനെ ഓരോന്നിന് എന്താ പറയാ, ലിക്വിഡിന് ഇത്ര ലിറ്റർ, അങ്ങനെ ഓരോന്നിന് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡുകൾ മാറുന്നില്ല. അടുത്തത് റിച്ച്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഷുഡ് ബി യൂസ്ഡ് കീപ്പിംഗ് എ വ്യൂ ദാറ്റ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പൈസക്കാരായിരിക്കണം എന്നുള്ള റിച്ച്നെസ് അല്ല. നമ്മൾ ആ പ്രൊഡക്റ്റിനെ അവതരിപ്പിക്കുന്ന രീതി, അതിന് കൊടുക്കുന്ന ആ ഒരു മാനദണ്ഡം, അത് എങ്ങനെ ഡെലിവറി ചെയ്യുന്നു, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്യാതെ കസ്റ്റമർക്കും സെല്ലർക്കും ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡിങ് അതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പരസ്യം കൊടുക്കണം, പിന്നെ നമ്മുടെ സാധനത്തിനെ ബ്രാൻഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റ് റിച്ച്നെസ് വരികയുള്ളൂ. അതാണ് പറയുന്നത്. അപ്പൊ ഇ കൊമേഴ്സ് യൂസസ് വീഡിയോ, ഓഡിയോ, അനിമേഷൻ, ബിൽബോർഡ്സ്, സയൻസ് എക്സെട്ര ലൈക്ക് ട്രഡീഷണൽ കൊമേഴ്സ്. അപ്പോ ഇ കൊമേഴ്സ് സാധാരണ പഴയ കാലത്തെ കച്ചവടം പോലെ തന്നെ ഇ കൊമേഴ്സിൽ വീഡിയോയും ഓഡിയോയും അനിമേഷനും ബിൽബോർഡും സൈനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇന്ററാക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇ കൊമേഴ്സ് ടെക്നോളജീസ് നീഡ് ടു ഫെസിലിറ്റേറ്റ് ഈസി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ the seller and buyers. It should enable two-way communication between the merchant and the customers. അപ്പൊ
രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മർച്ചന്റും കസ്റ്റമേഴ്സുമായിട്ട് എനേബിൾ ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നത്. അതിനാണ് ഇന്റർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഡെൻസിറ്റി. പിന്നെ നമുക്ക് വരുന്നത് ഇൻഫർമേഷന്റെ ഡെൻസിറ്റി ആണ്. ഇൻഫർമേഷന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് ടെക്നോളജി ഷുഡ് റെഡ്യൂസ് ദ ഇൻഫർമേഷൻ കളക്ഷൻ. ഇൻഫർമേഷന്റെ കളക്ഷൻ സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ, പ്രോസസിംഗ് കോസ്റ്റ്, ഇതൊക്കെ കുറയ്ക്കാനാണ് ഇൻഫർമേഷന്റെ ഡെൻസിറ്റി. ദ ടെക്നോളജി ഷുഡ് ഇൻക്രീസ് ദ ആക്യുറസി ഓഫ് ക്വാളിറ്റി ഇൻഫർമേഷൻ, മേക്കിംഗ് ഇൻഫർമേഷൻ മോർ യൂസ്ഫുൾ ആൻഡ് ഇമ്പോർട്ടന്റ് ദാൻ എവർ. ഇൻഫർമേഷന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇ കൊമേഴ്സ് ഇൻഫർമേഷന്റെ കളക്ഷൻ റെഡ്യൂസ് ചെയ്ത, സ്റ്റോർ ചെയ്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രോസസിംഗ് കോസ്റ്റ് കുറയ്ക്കുക. ദ ടെക്നോളജി ഷുഡ് ഇൻക്രീസ് ദ ആക്യുറസി ഓഫ് ക്വാളിറ്റി ഇൻഫർമേഷൻ. അതിന്റെ ക്വാളിറ്റി കൂട്ടുക, ഇൻഫർമേഷൻ നമുക്ക് കുറെ കൂടി ഇൻഫർമേഷൻ നമുക്ക് കുറെ കൂടി യൂസ്ഫുൾ ആക്കുക, ഇമ്പോർട്ടന്റ് ആക്കുക, എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആക്കുക. അടുത്തത് പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷൻ എന്താണ്? ഇ കൊമേഴ്സ് ടെക്നോളജി ഷുഡ് അലോ ഫോർ പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷൻ അലോ ചെയ്യണം ഇ കൊമേഴ്സ് ടെക്നോളജി. ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് പാസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, പ്രൊഡക്ട്സ് ഹാവ് ടു ബി കസ്റ്റമൈസ്ഡ് ആൻഡ് പേഴ്സണലൈസ്ഡ്. ഇ കൊമേഴ്സ് ടെക്നോളജി എന്താണ്? പേഴ്സണലൈസേഷൻ സഹായിക്കും. അതിന്റെ പേര്, ഇൻട്രസ്റ്റ്, പാസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, പിന്നെ പ്രൊഡക്ട്സ്, ഇതൊക്കെ കസ്റ്റമൈസ്ഡും പേഴ്സണലൈസ്ഡും ആണ്. ഓൾസോ ദിസ് കളക്ടഡ് ഇൻഫർമേഷൻ കുഡ് ബി യൂസ്ഡ് ഫോർ സെൻഡിങ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷണൽ മെസ്സേജ് ടു ദ ടാർഗറ്റഡ് കസ്റ്റമർ. അപ്പൊ അത് ആ ഒരു പേരിലുള്ളത്, പാസ്റ്റ് പർച്ചേസിലുള്ളത്, ആ ഒരു പേര് വിശ്വസ്തമായ ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് ആ ബിഹേവിയർ പ്രൊഡക്ട്സ് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാൻ, പേഴ്സണലൈസ് ചെയ്യേണ്ട, അത് ആ പേരിൽ തന്നെ വിറ്റ് പോവും, ആൾക്കാർ ധാരാളമായി വാങ്ങുകയും ചെയ്യും. ഇത്രയും മനസ്സിലായോ? ആരുമില്ലേ? അടുത്തത് നമുക്ക് വരുന്നത് വെബ്, ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്പ് ബേസ്ഡ് വെബ് ബേസ്ഡ് പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്പ് ബേസ്ഡ് ആൻഡ് വെബ് ബേസ്ഡ് ബിസിനസ്. പിന്നെ നമുക്ക് ഡിഫറൻസ് ആണ് ആപ്പ് ബേസ്ഡും വെബ് ബേസ്ഡും ആയിട്ടുള്ള ബിസിനസ്സുകൾ തമ്മിൽ. അപ്പൊ ആപ്പ് ബേസ്ഡും വെബ് ബേസ്ഡ് ബിസിനസ്സുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, വെബ് ബേസ്ഡ് ആണെങ്കിൽ റവന്യൂ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. These types of website are typically informational in nature and are made to provide the desired information, typically a user demand. ഒരു യൂസർ ഡിമാൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കും. ആപ്പ് ബേസ്ഡ് ബിസിനസ് ഓപ്പറേറ്റ്സ് ത്രൂ എ മൊബൈൽ ആപ്പ്. ആപ്പ് ബേസ് ചെയ്യുന്ന ബിസിനസ് ഒരു മൊബൈൽ ആപ്പ് ത്രൂ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡിസൈൻഡ് ഫോർ യൂസ് ഓൺ മൊബൈൽ ഡിവൈസസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്. ഒരു മൊബൈൽ ഫോണിലും സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ആപ്പ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട്, അതായത് നമ്മളിപ്പോ ഫ്ലിപ്കാർട്ടിന്റെയും ആമസോണിന്റെയും സൊമാറ്റോന്റെ ഒക്കെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യും. Nowadays, most of the e-commerce firms are app-based. The table list difference between app-based and web-based is given in Q&A session. അതൊന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ബിൽഡിംഗ്, ഡിസൈനിങ് ആൻഡ് ലോഞ്ചിങ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മളെ ബിസിനസ് നാഷണലിയും ഇന്റർനാഷണലിയും നമ്മളെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ രാജ്യത്തും പുറത്തുള്ള രാജ്യത്തും നമുക്ക് കച്ചവടം നടത്താൻ വേണ്ടി സാധിക്കും. ഇറ്റ് ചേഞ്ചസ് ദ ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസിന്റെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യും. ഡൂയിങ് ബിസിനസ് ത്രൂ ഇ കൊമേഴ്സ് ഹാസ്, ബിസിനസ് ഇ കൊമേഴ്സ് മൂലം ചെയ്യുന്നതിലൂടെ has lots of benefits. നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ആൻഡ് നോ ബിസിനസ് ക്യാൻ ഇഗ്നോർ ദാറ്റ്. ഒരു ബിസിനസിനും അത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും വേണ്ടതാണ്. ഓപ്പണിംഗ് എ വെബ്സൈറ്റ് ഹാസ് ബീൻ ദ ഫസ്റ്റ് ചോയ്സ് ഫോർ ദ ന്യൂ പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് തുറക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചോയ്സ് എന്ന് പറയുന്നത്.
അടുത്തത് SDLC cycle for designing e-commerce solutions. രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ചലഞ്ചസ് ആണ് സിസ്റ്റമിക് അപ്രോച്ച് ഓഫ് ഡെവലപ്പിംഗ് സക്സസ്ഫുൾ ഇ-കൊമേഴ്സും ടു ഡെവലപ്പ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടു സെലക്ട് ദ റൈറ്റ് ടെക്നോളജീസ് ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് ഒബ്ജക്റ്റീവ്സിന്റെ കുറിച്ചുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വേണം. രണ്ട്, സെലക്ട് ദ റൈറ്റ് ടെക്നോളജീസ് ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ്. റൈറ്റ് ടെക്നോളജീസ് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ്സിനെ അക്കംപ്ലിഷ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ കൊമേഴ്സിലുള്ളത്. ഒന്നാമത്തത് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. എന്തൊക്കെയാണോ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയ രൂപരേഖ ഉണ്ടാക്കുക. രണ്ട്, റൈറ്റ് ടെക്നോളജീസ് അക്കംപ്ലിഷ് ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് ഉൾപ്പെടെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് ആ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാനുള്ള ടെക്നോളജീസിനെ സെലക്ട് ചെയ്യുക. സോറി. Effective planning and knowledge base of the two factors are needed to generate consistent and optimum result. ഇഫക്റ്റീവ് പ്ലാനിങ്ങും നോളജും രണ്ട് ഫാക്ടേഴ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റ് കൺസിസ്റ്റന്റും ഒപ്റ്റിമം റിസൾട്ടും എങ്ങനെ വെച്ചാൽ ഫോർ ഡിസൈനിങ് ആൻ അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ, ഒരു അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ ഡിസൈൻ ചെയ്യുന്നതിന് അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ് സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മെത്തഡോളജീസ് നീഡഡ്. നമുക്ക് SDLC ആവശ്യമാണ്. SDLCയുടെ ഫുൾ ഫോം ആണ് ഈ പറഞ്ഞ ബിസിനസ് ഒബ്ജക്റ്റീവ് സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അത് നമുക്ക് ആവശ്യമാണ്. എന്ന് വെച്ചാല് സിസ്റ്റം അനലൈസിങ്ങും പ്ലാനിങ്ങും നമ്മൾ എന്ത് സിസ്റ്റം ആണ് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്, ആ സിസ്റ്റം ഒബ്ജക്റ്റീവ്സ് ഓഫ് വെബ്സൈറ്റ് ടു ബി ഡെവലപ്ഡ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് ഡിഫൈൻഡ്. സിസ്റ്റം റിക്വയർമെന്റ്സ് system analyzing, planning, objectives of website to be developed are identified and defined. System requirements are collected and document is prepared based on system requirement specification, SRS. Systems design, system models such as graphical user interface and database is developed. സിസ്റ്റം ഡിസൈൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു GUI അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ടാക്കി തരും. ആ ഡാറ്റാബേസ് നമ്മുടെ അടുത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ബിൽഡിംഗ് ദ സിസ്റ്റം, അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഡെവലപ്മെന്റ്. ദ ഡിസൈൻ ഈസ് മെയ്ഡ് ഇൻ ടു ഫംഗ്ഷനിങ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലേക്കാണ് ഈ ഡിസൈൻ ഇതാവുന്നത്. അടുത്ത ടെസ്റ്റിംഗ്, തറോ ടെസ്റ്റിംഗ് വേരിയസ് പാരാമീറ്റേഴ്സ് such as speed of website, connectivity between various pages and money transactions is conducted. Testing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ സ്പീഡ്, വേരിയസ് പേജസ് തമ്മിലുള്ള കണക്ടിവിറ്റി, മണി ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. പബ്ലിഷ് ഓർ ഇംപ്ലിമെന്റേഷൻ ഹോസ്റ്റിംഗ് കമ്പനി ഈ സെലക്ടഡ്. ഒരു ഹോസ്റ്റിംഗ് കമ്പനി സെലക്ട് ചെയ്യും. ദ ഹോസ്റ്റ് അപ്ലോഡ്സ് ദ വെബ്സൈറ്റ് ഓൺ ദ ഇന്റർനെറ്റ് സെർവർ. ഹോസ്റ്റ് അപ്ലോഡ് ഈ വെബ്സൈറ്റിനെ ഇന്റർനെറ്റ് സെർവറിലേക്ക്. ദ ഡയഗ്രാം ഈസ് ഗിവൺ ഇൻ Q&A സെഷൻ. ആ Q&A സെക്ഷനിൽ ഡയഗ്രാം തന്നിട്ടുണ്ട്. നൗഡേയ്സ്, ഇന്നത്തെ കാലത്ത് അജൈൽ SDLC മെത്തേഡ് എന്ന് വെച്ചാൽ ബിസിനസ് ഒബ്ജക്റ്റീവ് സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ is a combination of iterative and incremental process models with the focus on process adaptability and customer satisfaction by rapid delivery of working software product. Agile methods break the product into small incremental build. അത് ഇങ്ങനെ ചെറുതാക്കി മുറിക്കും. ഹൈ സ്പീഡ്, അഡ്വാൻറ്റേജസ് ഓഫ് അജൈൽ മെത്തഡോളജി. അജൈൽ മെത്തഡോളജിയുടെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഹൈ സ്പീഡ്, ഭയങ്കര സ്പീഡായിരിക്കും. വെൽ പ്ലാൻഡ് സ്ട്രീം ലൈനിങ് ഡെവലപ്മെന്റ് ഗീവ്സ് എ മച്ച് ഹയർ സ്പീഡ് ദാൻ കൺവെൻഷണൽ വെബ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്തത് ബെറ്റർ പ്രൊഡക്റ്റ് ക്വാളിറ്റി. ദ ഡെവലപ്മെന്റ് പ്രോസസ് ഇൻവോൾവ്സ് റെഗുലർ ആൻഡ് റിഗറസ് ക്വാളിറ്റി ചെക്സ് ഫോർ ഇംപ്രൂവിംഗ് ക്വാളിറ്റി. ഫ്ലെക്സിബിലിറ്റി, അടുത്തത് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് മീറ്റ്സ് എവർ ചേഞ്ചിങ് റിക്വയർമെന്റ്സ് ആൻഡ് ഗോൾസ് ആൻഡ് അഡാപ്റ്റ്സ് ടു ഓൾ ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ്.
എല്ലാ എൻവയോൺമെന്റുമായിട്ട് പരിതസ്ഥിതികളുമായിട്ട് ഇണങ്ങി പോകുന്നു. Regular and rigorous testing till the final website launched, quality checkups are conducted regularly. Final website launch ചെയ്താലും quality checkups ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യും. ഇത്രയും മനസ്സിലായില്ല? ഇനി ഹാർഡ്വെയർ തുടങ്ങിയുള്ള ഭാഗങ്ങളാണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ റൈറ്റ് കൈൻഡ് ഓഫ് ഹാർഡ്വെയർ ഈസ് നീഡഡ് ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് എൻ ഇ-കൊമേഴ്സ് സൈറ്റ്. അറിയാല, റൈറ്റ് കൈൻഡ് ഹാർഡ്വെയർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇ-കൊമേഴ്സ് സൈറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ on the size, purpose and traffic on the site. An e-commerce website made up of HTML, PHP, JavaScript database is stored on a web server. Thus, hardware should meet the requirements. Hardware ഈ പറയുന്ന requirements എല്ലാം meet ചെയ്യണം. Thus, hardware should meet the requirements. It also depends on the expected number of visitors to the site and the scalability of the site. അടുത്തത് സോഫ്റ്റ്വെയർ. The requirements include basic web server software to answer requests from customer for HTML, XML പേജസിൽ നിന്ന് ഉള്ളിലുള്ള കാര്യങ്ങളാണ്, സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, മിസ്സിന്റെ ഫോണ് ചാർജ് ഇല്ലേ, ബാക്കി നാളെ എടുക്കാട്ടാ. അഞ്ജലി, ബാക്കി ഈ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി നമുക്ക് നാളെ എടുക്കാം. കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി ഉള്ളു, നാളെ തീർക്കാം. ഫോൺ കുത്തിട്ടുണ്ടായിരുന്നില്ല. ശരി, ഓക്കെ, ബൈ, അടുത്ത കാണാം.